എല്ലാവർക്കും അറിയാം. ഒരു പ്രസിഡന്റ് വിചാരിച്ചാലൊന്നും ശബരിമലയിൽ നിന്ന് സ്വർണ്ണമൊന്നും അടിച്ചു മാറ്റാൻ ഒക്കത്തില്ല എന്നുള്ളത് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാവുന്ന കാര്യമാണ്. കോടിക്കണക്കായ വിശ്വാസ സമുദായത്തിന് ആശ്വാസമാണ് ശബരിമല അയ്യപ്പൻ. 1/4 നൂറ്റാണ്ട് മുമ്പ് വഴിപാടായി അയ്യപ്പന് സമർപ്പിച്ച സ്വർണം തന്ത്രപരമായ ആസൂത്രണത്തോടെ വൻ സംഘം തട്ടിയെടുത്തുന്ന നടുക്കുന്ന വാർത്ത പുറത്തുവന്ന ആദ്യഘട്ടത്തിൽ ചൂണ്ടുവിരലുകളുയർന്ന പ്രധാന പേരാണ് എ പത്മകുമാർ എന്നത്. കവർച്ച നടന്ന 2017-19 കാലത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നുവെന്നതാണ് ആ സ്വാഭാവിക ചോദ്യമുനയിലേക്ക് എ പത്മകുമാറിനെ എത്തിച്ചത്. അപ്പോഴെല്ലാം താനൊരു തെറ്റും ചെയ്തിട്ടില്ലെന്നും ഇതാ ഇവിടെ നെഞ്ചുവിരിച്ചു നിൽക്കുകയല്ലേ എന്ന് ആണയിട്ട് പറയുകയായിരുന്നു എ പത്മകുമാർ. എൻ്റെ ഭാഗത്ത് ശബരിമലയായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു പെശക് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന കൊള്ളയിൽ ഹൈക്കോടതി നേരിട്ട് പ്രഖ്യാപിച്ച പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ അന്വേഷണം ഇതാ എ പത്മകുമാറിന്റെ അറസ്റ്റിലേക്ക് എത്തിയിരിക്കുന്നു. ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന് പലവട്ടം കൈമലർത്തിയ പത്മകുമാറാണത്രേ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ മുഖ്യ ആസൂത്രകൻ. വൻ കവർച്ചക്കായുള്ള കൃത്യമായ തിരക്കഥ തയ്യാറാക്കിയ പത്മകുമാറിന്റെ വീട്ടിലാണ് ഗൂഢാലോചന നടന്നതെന്നും കൊള്ളയിലൂടെ വൻ സാമ്പത്തിക നേട്ടം പത്മകുമാർ ഉണ്ടാക്കിയെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ചെറുപ്പം മുതലേ ഇടതുപക്ഷ രാഷ്ട്രീയവുമായി ചേർന്ന് പ്രവർത്തിച്ച പത്മകുമാർ 25-ാം വയസ്സിൽ ഏരിയ സെക്രട്ടറിയും 30-ാം വയസ്സിൽ കോന്നി MLAയുമായിട്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പദവി വരെ വളർന്ന് പന്തലിച്ചത്. അപ്പോഴും CPIMന്റെ കൈകൾ ശുദ്ധമാണെന്നും അറസ്റ്റ് ചെയ്തതുകൊണ്ട് ആരും കുറ്റക്കാരനാകില്ലെന്നുമുള്ള പ്രതിരോധമാണ് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ പറഞ്ഞു വെക്കുന്നത്. ഇനി എന്തെല്ലാം വരാനുണ്ട്, എന്തൊക്കെ പ്രോസസ് കഴിഞ്ഞാലാണ് ഒരു കുറ്റവാളിയാണോ അല്ലയോ എന്നൊക്കെ മനസ്സിലാവുക. ഇനി അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നതിന് ശിക്ഷിക്കട്ടെ, അപ്പോൾ ആവശ്യമായ നടപടി ഞങ്ങൾ സ്വീകരിക്കും. ശബരിമല കൊള്ളയിൽ ഇനി ചോദ്യം ചെയ്യേണ്ടത് ദേവസ്വം മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത്. ഇപ്പുറത്ത് BJP ആവട്ടെ പിണറായി വിജയൻ അറിയാതെ ഒന്നും നടക്കില്ലെന്നും വേണ്ടിവന്നാൽ കേന്ദ്ര സംഘം അന്വേഷണം നടത്താൻ തയ്യാറാണെന്നും പറയുന്നു. കാരണം കടകംപള്ളി സുരേന്ദ്രൻ ഇക്കാര്യത്തിൽ പങ്കുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ആരാണ് ഇതിനെ സഹായിച്ചത്, ഇതെല്ലാം കണ്ടുപിടിക്കാൻ ഒരു സെൻട്രൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി ഇതിന്റെ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അറസ്റ്റുകൾ ഇടതുപക്ഷത്തിന് കനത്ത പ്രഹരമോ?